പാട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ആദ്യത്തെ ഫോം ഓഫ് എക്സ്പ്രഷൻ ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കും. ബാക്കി എല്ലാ ഈ പറഞ്ഞ സേതുട്ടൻ ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ വിശേഷണങ്ങൾ അല്ലെങ്കിൽ വേറെ പണികളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പം ഒരു ഫസ്റ്റ് ഫോം ഓഫ് എക്സ്പ്രഷൻ മ്യൂസിക്കാണ്. അപ്പം കുഞ്ഞുനാൾ മുതലേ കർണാട്ടിക് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഒരു കാലഘട്ടം വരെ അത് മാത്രം അറിയുന്ന അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ അതിൽ മാത്രം അറിവുള്ള ഒരാളായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിഗ്രി തലത്തിലും പി ജി തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ്, വയനാട്ടിൽ പഠിക്കുമ്പോഴാണ് ഈ നാടൻ പാട്ടുകൾ അങ്ങനെ ഫോക്ക് സോങ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ കൽക്കട്ട, ഒബിയസ്ലി കൽക്കട്ട ഒരു വേൾഡ് മ്യൂസിക്കിൻ്റെ ഹബ്ബ് എന്നറിയപ്പെടുന്നൊരു സ്ഥലം കൂടെയാണ് ഇന്ത്യയിൽ. അപ്പം അതാണ് പല ഫോംസ് ഓഫ് മ്യൂസിക്കിനെ കുറിച്ചും പല കൈൻഡ് ഓഫ് മ്യൂസിഷ്യൻസിനെ കുറിച്ചും ഒക്കെ കുറച്ചും കൂടി ഒരു വലിയ ബ്രോഡ് വലിയ ക്യാൻവാസിലേക്ക് തന്നത്. അപ്പോൾ അത് ശരിക്കും പാട്ട് ഒരു വഴിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പ്രൊഫഷൻ ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ലൈഫിൻ്റെ പാർട്ടായിട്ട് അതുണ്ടായിരുന്നു. അതായിരിക്കാം ലേറ്റർ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അതൊരു പ്രൊഫഷനായി മാറുന്നത്. ഒരിക്കലും പ്ലേ ബാക്ക് സിംഗിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴല്ല ഞാൻ സിംഗറായിട്ട് മാറി. ശരിക്കും സിനിമയായിട്ട് രശ്മി ആദ്യം ബന്ധപ്പെടുന്നത് സൗണ്ട് റെക്കോർഡിസ്റ്റ്. അതെ, ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടാണ് മകരമഞ്ഞിൽ ലെൻസാറിൻ്റെ പടത്തിൽ. അതിൽ കൂടെ സന്തോഷം സാറായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ ഒഴിവുവേളകളിൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പാടിയിരിക്കുന്ന പാട്ടുകളിലൂടെയാണ് ഉറുമി എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ച് പറയുന്നതും അതിലെ പാട്ടുകളും അതിൻ്റെ ഒരു ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സിനിമയാണല്ലോ. അപ്പം അതിനെങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾ പിന്നെ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ശരിക്കും ഈ പാട്ടുകളെ കുറിച്ചുള്ള ഡിസ്കഷനും ഒക്കെ വരുന്നതും. അതിനകത്ത് കുറേ പാട്ടുകളുടെ റിസർച്ചുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നുണ്ടാക്കി ഭയങ്കര രസമുള്ളൊരു വർക്കായിരുന്നു അത്. അങ്ങനെ അതിലൂടെ തന്നെയാണ് പക്ഷേ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ ഞാൻ പുറത്തേക്ക് വന്നത്. സിനിമയും പാട്ടും സംഗീതവും എല്ലാം തന്നെ നമ്മളെ എല്ലാ മേഖലകളിലുള്ളത് തന്നെ പലതരം ഹൈറാർക്കികളുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാളത്തിലെ സംഗീതത്തിൻ്റെ തന്നെ പൊതുവിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് ധാരകളായിട്ട് നമുക്ക് തിരിക്കാതെ. ഒന്ന് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്, കർണാടക സംഗീതം, പിന്നെ ഈ സിനിമാ ഗാനം, പിന്നെ പറയണത് ഈ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോക്ക് സോങ്സും, പിന്നെ അനുഷ്ഠാനപരമായിട്ടുള്ള പ്രാർത്ഥനകൾ പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോഴത്തേക്ക് ഈ ആദ്യം പറഞ്ഞ രണ്ടും ഒരു വലിയ എലീറ്റ് ഒരു സാധനത്തിൽ നിൽക്കുകയും, പ്രത്യേകിച്ച് കർണാടക സംഗീതം അതിൻ്റെ ഒരു സവർണതയും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു എലീറ്റിൽ വല്ല നിൽക്കുന്നുണ്ട്. സിനിമാ സംഗീതമാണെങ്കിൽ അതിൻ്റെ സാമ്പത്തികവും മറ്റ് ജനപ്രിയതയെല്ലാം ആയിട്ട് അതും വേറൊരു ലെവലിൽ. പക്ഷേ ഈ നാടൻ പാട്ടുകളെന്ന് പറയുന്നതോ അല്ലെങ്കിൽ അനുഷ്ഠാന സാധനങ്ങളെന്ന് പറയണത് അതിൻ്റെ ഒരു ഒരു രണ്ടാം തരം എന്ന് പറയുന്ന ഒരു ലെവലിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ് ഒരു സംഗീതവും പാട്ടുമായിട്ട് ബന്ധമുള്ള ഒരാളെന്നുള്ള കൺഫ്യൂഷനുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണല്ലോ വരുന്നത്. ഇപ്പം സേതോട്ടം പറഞ്ഞത് അതിനെ സമൂഹത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊതുവിടത്തിൽ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പെർസെപ്ഷൻ വെച്ചിട്ടായിരിക്കാം പക്ഷേ ഇത്തരത്തിലൊരു ചോദ്യം വന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10-17 കൊല്ലം ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കർണാട്ടിക് ക്ലാസിക്ക് പഠിച്ച ഒരാളാണ്. അത് തന്നെയാണ് എൻ്റെ ബേസ്. പക്ഷെ ഞാൻ കുറച്ചു കാലം കഴിഞ്ഞ് നാടൻ പാട്ടുകൾ, ഞാൻ അങ്ങനത്തെ ഫോക്ക് സോങ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ടും നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കിയ ആളും അത് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ച ആളുമാണ്. പിന്നെ കൽക്കട്ടയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ലോകം മുഴുവനുള്ള പല ഫോംസ് ഓഫ് മ്യൂസിക്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പല ഫോംസ് ഓഫ് മ്യൂസിക്കാണ്. ഒബ്വിയസ്ലി ഇതിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഇതിന് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്നെ ആലോചിക്കുന്നു. അത് കൃത്യമായിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണെന്നും, അല്ലെങ്കിൽ ആ പാട്ടുകളുടെ വരികൾ അല്ലെങ്കിൽ അത് അങ്ങനെ ആ കൃതികൾ, ഇപ്പോൾ കർണാട്ടിക് സംഗീതത്തിലെ കൃതികൾ എന്ന് പറഞ്ഞാൽ പലരെയും പ്രകീർത്തിച്ചിട്ടുണ്ടുള്ള ഒരു കൃതിയായിരിക്കും. അതൊരു 4-5 പേര് മാത്രം പർട്ടിക്കുലർ ഹയർ ക്ലാസ് കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ മാത്രം എഴുതിയിരുന്ന അല്ലെങ്കിൽ ഉപാസിച്ചിരുന്ന ഒരു സാധനമാണ്. പക്ഷെ സിനിമാ സംഗീതം എന്ന് പറയുമ്പോൾ പോപ്പുലർ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സിനിമാ സംഗീതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാത്തിൻ്റെ എലിമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഈ പറഞ്ഞൊരു ക്ലാസിക്കൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, അതിൽ നാടൻ പാട്ടുകളും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പല ഫോംസ് ഓഫ് മ്യൂസിക്കുകളും ഇത് വന്നതാണ്. പിന്നെ ഈ പറയുന്ന പോലെ നാടൻ പാട്ടിൻ്റെയോ അല്ലെങ്കിൽ നാടൻ കലാരൂപങ്ങളുടെ മ്യൂസിക്കൽ ഫോംസിൻ്റെയൊക്കെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അത് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളിലോ അത് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലോ ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ളൊരു പോപ്പുലറൈസേഷൻ്റെ സാധനത്തിലോട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു പോപ്പുലർ സിനിമ പോലുള്ളൊരു പോപ്പുലർ മീഡിയം അത് അഡോപ്റ്റ് ചെയ്യുമ്പോഴും നമ്മളിപ്പം ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് കൂടെയാണ്. എനിക്ക് രസാന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് പെർഫോം ചെയ്യുന്നത് ഒരു പക്ഷേ സിനിമ പാട്ടുകളെക്കാളും കൂടുതൽ നമ്മളുണ്ടാക്കുന്ന പാട്ടുകളോ അല്ലെങ്കിൽ നമ്മളെ ട്രഡീഷണൽ ആർട്ട് ഫോമിലുള്ള ഇപ്പോൾ തോറ്റം പാട്ടുകളോ നാഗപ്പാട്ടുകളോ അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും. അത് പിന്നെയും നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം.